കേരള കോൺഗ്രസിന്റെ സീറ്റുകൾ ഏറ്റെടുക്കാൻ കോൺഗ്രസും സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് കടുപ്പിച്ച് ജോസഫ് വിഭാഗവും. കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റും ആവശ്യപ്പെടാൻ ജോസഫ് വിഭാഗം ഉന്നതാധികാര സമിതി യോഗത്തിൽ തീരുമാനം. എന്നാൽ ജയസാധ്യത കണക്കിലെടുത്ത് ചില സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് 10 സീറ്റിൽ. ഇക്കുറി അത്രയും സീറ്റ് നൽകാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസ് നിലപാട്. ഇടുക്കി, കുട്ടനാട്, ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ സീറ്റുകൾ തിരികെ വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഇതിനിടയിലാണ് ജോസഫ് വിഭാഗം ഉന്നതാധികാര സമിതി യോഗം കോട്ടയത്ത് ചേർന്നത്. കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകളുടെ എണ്ണത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടെന്നാണ് യോഗത്തിൽ നേതാക്കൾ എടുത്ത നിലപാട്. തങ്ങൾക്ക് എല്ലാ മണ്ഡലങ്ങളിലും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടെന്നാണ് കേരള കോൺഗ്രസിന്റെ അഭിപ്രായം. ഒന്നും അടിസ്ഥാനമുള്ളതല്ല. അതൊക്കെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നുള്ള പൊതുവിൽ പരാമർശമല്ലാതെ മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി പറയുന്നത് അടിസ്ഥാനമായ കാര്യങ്ങളാണ്. സീറ്റ് വിഭജന ചർച്ചകൾക്കും സ്ഥാനാർത്ഥി നിർണയത്തിനുമായി ഉന്നതാധികാര സമിതി യോഗം ചെയർമാൻ പി ജെ ജോസഫിനെ ചുമതലപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് നൽകിയപ്പോൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില സീറ്റുകൾ ഏറ്റെടുക്കുമെന്ന് ധാരണയുണ്ടായിരുന്നുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഉഭയകക്ഷി ചർച്ചയിലൂടെ സീറ്റ് ഏറ്റെടുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഇരു പാർട്ടികളും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നാൽ സീറ്റ് വിഭജനം UDF തലവേദനയാവും. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.